നമസ്കാരം, എല്ലാവർക്കും രുചിമരത്തിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സ്ക്വിഡ് റോസ്റ്റ് ആണ്, അതായത് കൂന്തൽ റോസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. നല്ല നാടൻ രീതിയിലാണ് നമ്മൾ ഈ സ്ക്വിഡ് റോസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. ഓക്കെ, ഇപ്പം നമ്മളിവിടെ 1/2 കിലോ കൂന്തളം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തളം ഇതേപോലെ ഇട്ട് കൊടുക്കുക. നല്ല ചെറുതാക്കിയിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് നല്ല വേവുള്ളതാണ്. അത്യാവശ്യം വലിയൊരു കൂന്തളമായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 1/2 കിലോളം വരും. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ കൂന്തളിൻ്റെ മീതെ നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിന് ജസ്റ്റ് തൊട്ട് മീതെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് കുക്കറിൽ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 വിസിലോളം നമുക്കിത് വരുത്താം. കാരണം ഇത് അത്യാവശ്യം നല്ല വേവുള്ളൊരു സാധനമാണ് സ്ക്വിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു 10 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പ്രഷർ കളയരുത്. ആ പ്രഷർ തന്നെ പോകുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. കണ്ടിപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ 10 വിസിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ ഇതിൽ അത്യാവശ്യം നല്ലോണം വെള്ളമായിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളം കൂടാണ്ട് കൂന്തളിൽ നിന്ന് വെള്ളം കുറേ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൂപ്പ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കാം. ഇതിൽ നിന്ന് സ്ക്വിഡ് മാത്രം നമുക്കൊന്ന് ഊറ്റി മാറ്റിയെടുക്കാം. സൂപ്പ് സെപ്പറേറ്റ് വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. കണ്ടോ, ഇത് നല്ല ഈസി ആയിട്ട് നമുക്ക് മുറിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 വലിയ സവാള നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ 2 മീഡിയം സൈസുള്ള തക്കാളി ചെറുതാക്കി മുറിച്ച് എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. അതുപോലെ നമ്മളിതിൽ ചേർക്കുന്നത് 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, അതുപോലെ 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ്. സാധാരണ മുളക് പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറും യൂസ് ചെയ്യാം, എരിവ് അധികം ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ. ഞാനിവിടെ 3 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഇനി ഇതേപോലെ ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നാടൻ രീതിയിലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെണ്ണ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. നീളനെ നല്ല നൈസായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്നൊന്ന് വാടി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പെട്ടെന്നൊന്ന് വാടി വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 4 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മഞ്ഞൾപ്പൊടിയുടെയും അതുപോലെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ഒരു പച്ചമണം ഉണ്ടാവും. അതൊന്ന് മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇതേപോലെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വാടി വരുന്നവരെ നമുക്ക് ഇതേപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാം ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 3 ടീസ്പൂൺ
മുളക് പൊടിയും കൂടെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യുക. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലപ്പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് മസാലയൊക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഞാനിവിടെ ഈ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഉടഞ്ഞ് മിക്സായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ ചെറുതാക്കി കഷ്ണമായിട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിനൊന്ന് നമ്മുടെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ സ്ക്വിഡ് വേവിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന വെള്ളം നമ്മൾ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ മസാലേനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതൊന്ന് തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന സ്ക്വിഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല വേവുള്ളൊരു സാധനമാണ് സ്ക്വിഡ്. അതുകൊണ്ട് തന്നെ നമ്മളിത് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതിലെ വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അത് വേവിക്കുമ്പോഴുള്ള വെള്ളം അധികം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്താലും മതിയാവും. പക്ഷേ ഇതിൻ്റെ തന്നെ സൂപ്പ് ഒഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. ബാക്കിയുള്ള സൂപ്പും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയൊക്കെ നന്നായിട്ട് ആ സ്ക്വിഡിൽ പിടിച്ചു വരണം. അപ്പോൾ അതിനായിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒരു മീഡിയം ഗ്യാസ് ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിനൊന്ന് തുറന്ന് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. അടിക്കൊന്നും പിടിക്കില്ലെങ്കിൽ കൂടെ അടച്ചു വെച്ചിട്ട് ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഓക്കെ, കണ്ടപ്പോൾ ഇതിൽ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, തിളക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ തുറന്ന് വെച്ചിട്ട് അതിൽ ആ ഗ്രേവി കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഗ്രേവി ഒന്ന് ഡ്രൈ ആയി വരുന്നവരെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അതിനൊന്ന് വറ്റിച്ചെടുക്കാം. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് നല്ല പാകത്തിന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നിങ്ങളുടെ പാകത്തിന് ഡ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്വിഡ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന സ്ക്വിഡ് റോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ദിവസം പുതിയൊരു അടിപൊളി വിഭവമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.